ഹലോ എവരിവൺ, എൻ്റെ ഒരു അൽത്താഫ് ഗാലൻഡൈസിലെ എത്തിക്സ് ഫാക്കൽറ്റിയാണ്. സോ ഇന്ന് നമ്മൾ അടുത്ത കേസ് സ്റ്റഡിയിലേക്കാണ് പോകുന്നത്. സോ ഇതാണ് കേസ് സ്റ്റഡി. നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്യുക, വായിക്കുക, അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഫർദർ എക്സ്പ്ലനേഷൻ കാണുക. ഓക്കെ, സോ കേസ് സ്റ്റഡി വായിക്കാം. യു ആർ വെയിറ്റിംഗ് ഇൻ യുവർ കാർ ഫോർ യുവർ ടേൺ അറ്റ് എ ടൂൾ ടാക്സ് ബോക്സ് ബൂത്ത്. You suddenly witness some men heckling and handling the tool booth operator and vandalizing the property at the tool booth. They are accompanying a local politician who was passing through. Disgruntled with the fact that they were asked to pay toll, they began to argue that the toll is too high and the public is being exploited by charging an unreasonable toll fee. At the same time, they are also warning others against paying the toll fee. However, the other people around you are keeping with themselves without anyone coming forward to intervene. While you also felt that the toll was quite high, you believe that this is not the right things to do. So ഇവിടെ നിങ്ങളൊരു കോമ്പറ്റന്റ് അതോറിറ്റി ആയിട്ടുള്ള നോർമൽ സിറ്റിസൺ, ഓക്കെ, ആസ് എ സിവിക് പീപ്പിൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഇതിനകത്ത് ഒരു അതോറിറ്റി നമുക്ക് തരുന്നില്ല. നമ്മൾ എന്താണ്, വി ആർ ജസ്റ്റ് വെയിറ്റിംഗ് ഔർ കാർ. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ബ്രിങ് ഔട്ട് ദി എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ദിസ് കേസ്. എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂ ആണ് ഈ കേസിലുള്ളത്? വെരി ക്ലിയർ, എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂ ആണ് ഈ കേസിലുള്ളത്? വാട്ട് അക്കൗണ്ട് ഫോർ സച്ച് ഓവർ ഡിസ്പ്ലേ ഓഫ് ഹൂലിഗാനിസം. ഹൂലിഗാനിസം മീൻസ് ഈ റൗഡീസം നമ്മൾ കണ്ടല്ലോ ആ ഇഷ്യൂവിൽ പറഞ്ഞ്, അത്രയും ആൾക്കാർ കൂടി പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുന്നതാണെങ്കിലും ആ ടൂൾ ഓപ്പറേറ്ററെ മാൻ ഹാൻഡ്ലിങ് ചെയ്യുന്നതാണെങ്കിലും ആ ഒരു ആക്ടിവിറ്റി ഓഫ് അവർ കൺട്രി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഓക്കെ ഈ ഒരു സച്ച് ആക്ടിവിറ്റി അല്ലെങ്കിൽ സച്ച് ബിഹേവിയറിസം പുറത്തു വരാനുള്ള കാരണം? വാട്ട് ഈസ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് യു വുഡ് ടു ടേക്ക്? ജസ്റ്റിഫൈ വിത്ത് അപ്രോപ്രിയേറ്റ് റീസൺ. നിങ്ങൾ എന്തൊക്കെ ആക്ഷൻസ് ആയിരിക്കും, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്? അത് മാത്രം പോരാ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷന് പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിരിക്കണം. എഗെയിൻ ഐ ആം ടെല്ലിങ്, കേസ് സ്റ്റഡീസിൽ നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്തു എന്ന് മാത്രമല്ല, എടുത്ത ആക്ഷന് പ്രോപ്പറായിട്ട് റീസൺ കൊടുക്കണം, പ്രോപ്പറായിട്ട് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. വൈ എന്നതിന് നിങ്ങൾ പ്രോപ്പറായിട്ട് എഴുതിയേ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, അതിന് മുമ്പ് നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുക, അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസറിലേക്ക് വരിക. സോ ഫസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുക്കുക. നിങ്ങൾക്ക് അത് റീസെന്റ് ഇൻസിഡന്റ് കോട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അതിന്റെ ക്രക്സ് കോട്ട് ചെയ്യാം. ഐ ഷോ യു ദ ഗിവൺ കേസ് സ്റ്റഡി. പ്രസന്റ് ആക്ട് ഓഫ് ഹൂലിഗാനിസം ബൈ സം മെൻ അറ്റ് ടൂൾ ബൂത്ത് അലോങ് വിത്ത് ഡിമാൻഡ് ഓഫ് ഹൈ കോസ്റ്റ് ഓഫ് ടോൾ. ഓക്കെ, ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിന്റെ ക്രക്സ് അങ്ങ് മെൻഷൻ ചെയ്തു. ഓക്കെ ഫൈൻ. സോ എത്തിക്കൽ ഇഷ്യൂന് മുമ്പ് എക്സാമിനർ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാനും ചോദിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ അഡ്രസ് ചെയ്യണം. ഓക്കെ, ആരൊക്കെയാണോ ഇതിന്റെ മെയിൻ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇപ്പം ആസ് എ സിറ്റിസൺ എന്ന രീതിയിലാണെങ്കിലും പൊളിറ്റീഷ്യൻ എന്ന രീതിയിലാണെങ്കിലും പബ്ലിക് ആണെങ്കിലും ഇതിന്റെ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് 3 to 4. ഓക്കെ, നിങ്ങൾ എന്താണെങ്കിലും അഡ്രസ് ചെയ്യാം. ഓക്കെ, എക്സാമിന് അവകാശപ്പെട്ടില്ലെങ്കിലും. ഓക്കെ, അതൊരു കംപ്ലീറ്റ് പിക്ചർ ആണ് നിങ്ങളുടെ കേസ് സ്റ്റഡീസ്. സോ ഒന്നാമത്തെ ചോദ്യം, എത്തിക്കൽ ഇഷ്യൂസ്. എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂ ആണ് ഇവിടെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? കേസ് നിങ്ങൾക്ക് അറിയാം, ടൂൾ ബൂത്ത് എന്ത് ചെയ്യുന്നു, പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യാണ്, ഓപ്പറേറ്ററെ അവർ മാൻ ഹാൻഡ്ലിങ് ചെയ്യാണ്. എന്തുകൊണ്ട്? ടോൾ വാസ് ഹൈ എന്ന രീതിയിൽ പബ്ലിക് നോക്കി നിൽക്കുകയാണ്. ഓക്കെ, പബ്ലിക് ഇടപെടുന്നില്ല. നിങ്ങൾക്കും നിങ്ങളുടെ സേഫ്റ്റി ത്രെട്ടനുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ മാറി നിൽക്കുന്നു. നിങ്ങളും ബിലീവ് ചെയ്യുന്നുണ്ട് ഏത് ടോൾ വാസ് ഹൈ, ബട്ട് ഇതെല്ലാം റൈറ്റ് ആക്ഷൻ നിങ്ങൾക്ക് പറയാം. സോ എത്തിക്കൽ ഇഷ്യൂ എന്തൊക്കെയായിരിക്കും? നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് മാത്രം ഇത് കാണുക. ഓക്കെ, ഫസ്റ്റ് മാൻ ഹാൻഡ്ലിംഗ് ഓഫ് ഇന്നസെന്റ് ടൂൾ ഓപ്പറേറ്റർ ഹു ആർ ഓൺലി ഡൂയിങ് ദർ ഡ്യൂട്ടി. സോ ഓഫ് കോഴ്സ് ഇതൊരു എത്തിക്കൽ ഇഷ്യൂ ആണ്, ബിക്കോസ് ടൂൾ ഓപ്പറേറ്ററിന് യാതൊരു വിധ റോളും ഇല്ല വിത്ത് റിഗാർഡ് ടു ദ ഫെയർ. ഓക്കെ, കോമ്പറ്റന്റ് അല്ലെ റെസ്പെക്ട് അതോറിറ്റി സെറ്റ് ചെയ്യുന്നു, ഹി ഈസ് ജസ്റ്റ് ഡൂയിങ് ഹിസ് ഡ്യൂട്ടി. സോ മാൻ ഹാൻഡ്ലിംഗ് ദ ഇന്നസെന്റ് പേഴ്സൺ നോട്ട് അറ്റ് ഓൾ ജസ്റ്റിഫൈഡ്. സെക്കൻഡ് എന്താണ്, വാനലൈസിങ് ദ ടോൾ പ്രോപ്പർട്ടി. ഓഫ് കോഴ്സ് ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടി ആണ്. അൾട്ടിമേറ്റ്ലി ഇതിന് ഡാമേജ് അല്ലെ ഹാം ആർക്കിന് വരും, പബ്ലിക്കിന് വരും.
സൈലന്റ് സപ്പോർട്ട് ഓഫ് ലോക്കൽ പൊളിറ്റീഷ്യൻ ഒരു മെയിൻ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണത്. ഓക്കെ, ഒരു ലോക്കൽ പൊളിറ്റീഷ്യന്റെ സപ്പോർട്ട് ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത്? പൊളിറ്റീഷ്യൻ റെപ്രസെന്റ് ദ പബ്ലിക്. ഓക്കെ, പബ്ലിക്കിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പൊളിറ്റീഷ്യൻ. ഓക്കെ, ഷുഡ് ഹാവ് ഇന്റർവീൻ. ഐദർ ആ പൊളിറ്റീഷ്യന് ഇന്റർവീൻ ചെയ്യാമായിരുന്നു. പ്രിവെന്റ് ദി ഡാമേജ് ടു ഇന്നസെന്റ് ഓപ്പറേറ്റർ ആൻഡ് ടോൾ പ്രോപ്പർട്ടി. ഈ രണ്ടിലും ആൾക്ക് എന്ത് ചെയ്യായിരുന്നു? ഇന്റർവീൻ ചെയ്യായിരുന്നു. പക്ഷെ ചെയ്തില്ല. സോ ദിസ് ഈസ് എ എത്തിക്കൽ ഇഷ്യൂ. The fare of toll is seems reasonably high. So because since yourself you also believe നമ്മൾ എന്താണ് ടോൾ ഫീ വളരെ ഹൈ ആണ്. സോ അതും ഒരു എത്തിക്കൽ ഇഷ്യൂ ആണ്. പബ്ലിക് അറ്റ് ടോൾ ഹാസ് കെപ്റ്റ് ദംസെൽഫ് അലൂഫ് ഓഫ് ദി ഹൂളിഗാനിസം. അത്രയും വലിയ അൺജസ്റ്റ് അല്ലെങ്കിൽ അൺഎത്തിക്കൽ പ്രാക്ടീസ് അവിടെ നടന്നിട്ടും പബ്ലിക് ഇടപെട്ടിട്ടില്ല. അവരതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സോ അതും ഒരു എത്തിക്കൽ ഇഷ്യൂ ആണ്. Any direct action by me could also threaten by myself, my personal safety. എന്തുകൊണ്ടാണ് പറയുന്നത്? ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ ഞാൻ അതിനകത്ത് ഇന്റർവ്യൂ ചെയ്യണമായിരുന്നു. ഓക്കെ, പക്ഷേ ചെയ്യാൻ പറ്റിയില്ല ഡ്യൂ ടു മൈ പേഴ്സണൽ സേഫ്റ്റി. ഓക്കെ, ഇത്രയും എത്തിക്കൽ ഇഷ്യൂ ആണ് നമുക്ക് അതിനകത്തുള്ളത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. എത്തിക്കൽ ഇഷ്യൂ എന്താണെന്ന് നമ്മൾ ചോദിച്ചത്. ഒരു 5 to 6 പോയിന്റ് നമ്മൾ അതിന്റെ എത്തിക്കൽ ഇഷ്യൂ വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് യു വുഡ് ടേക്ക്? എന്തൊക്കെ കോഴ്സ് ഓഫ് ആക്ഷൻ ആയിരിക്കും നിങ്ങൾ അത് എടുക്കാൻ പോകുന്നത്? ജസ്റ്റിഫൈ വിത്ത് അപ്രോപ്രിയേറ്റ് റീസൺ. ഐ എം റിയലി സോറി, ഒരു ചോദ്യം കൂടി ഉണ്ട്. വാട്ട് ആർ ദ അക്കൗണ്ട് ഫോർ സച്ച് ആൻ ഓവർ ഡിസ്പ്ലേ ഓഫ് ഹൂളിഗാനിസം ഇൻ അവർ കൺട്രി? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് നോക്കൂ. എന്തൊക്കെ കാരണങ്ങളായിരിക്കാം ഓക്കെ ഈ ഓവർ ഡിസ്പ്ലേ ഓഫ് ഹൂളിഗാനിസത്തിന് കാരണം? ഓക്കെ, എന്തൊക്കെ കാരണങ്ങളായിരിക്കാം ഈ ഹൂലിഗാനിസം ഇങ്ങനെ ഒരു ഓവർ ഡിസ്പ്ലേ ആവാൻ കാരണം പബ്ലിക്കിൽ? മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ കേസ് സ്റ്റഡീസിൽ 3 കാരണങ്ങളാണ്. സോ ഓക്കെ, ഒന്ന് പവർലെസ് മാൻ ഹു ആർ ദെയർ ഇൻ ഡൂയിങ് ഹിസ് ഡ്യൂട്ടി. രണ്ടെന്താണ്? പബ്ലിക്കിന്റെ സൈലന്റ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. 3 എന്താണ്? ഒരു പൊളിറ്റീഷ്യന്റെ പ്രസൻസ്. സിൻസ് പൊളിറ്റീഷ്യൻ ഒപ്പീനിയൻ ഇസ് എ പബ്ലിക് ഒപ്പീനിയൻ ആയതുകൊണ്ട് തന്നെ ഈ മെയിൻ 3 കാരണങ്ങൾ എന്താണെങ്കിലും പറഞ്ഞിരിക്കണം. ഓക്കെ, ഇതിന് 1 ലൈൻ എക്സ്പ്ലനേഷനും വേണം. വെറുതെ 3 പോയിന്റിൽ പറഞ്ഞ പോരാ. ദാറ്റ് ഐ വിൽ ഷോ യു. ഓക്കെ, സോ എഴുതുമ്പം കേസ് സ്റ്റഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനും പറയുന്നത്. ഇതിനകത്ത് ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ആവുക എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. ഫസ്റ്റ്, the toll operator perhaps overwhelmed in muscle strength. എങ്ങനെ? hence few men control easily manhandling them and damage the property. സ്വാഭാവികമായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന കാരണമാണ് ടോൾ ഓപ്പറേറ്ററിന്റെ പവർലെസ്. സെക്കൻഡ് എന്താണ്? സറൗണ്ടിങ് പബ്ലിക് refuse to intervene. എങ്ങനെ? they are not united, they also feel toll charges are high and those men's right to an extent. they fear of their own safety while intervene. This boost moral of those hooliganism. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന പോയിന്റ് വളരെ കോമൺ പോയിന്റ് എന്നല്ല, ആ കേസ് സ്റ്റഡിയിൽ നിന്ന് എടുത്ത പോയിന്റ് ആണ്. ആ കേസ് സ്റ്റഡിയിൽ നിന്ന് എനിക്ക് മനസ്സിലായ പോയിന്റ് ആണ്. ഓക്കെ, ഇതൊന്നും പുതിയതല്ല നിങ്ങൾക്ക്. they are not united, they also feel toll charges very high, they fear of their own safety while intervening. This boosts moral of those hooliganism. രണ്ടാമത്തെ കാരണം. ഒന്നാമത്തെ കാരണം ടോൾ ഓപ്പറേറ്ററിന്റെ പവർലെസ്. രണ്ടാമത്തെ കാരണം പബ്ലിക്കിന്റെ യുണൈറ്റഡ് അല്ലാത്ത ക്യാരക്ടർ. സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ കാര്യം ദ പ്രസൻസ് ഓഫ് പൊളിറ്റീഷ്യൻ ആർ പബ്ലിക് റെപ്രസെന്റേറ്റീവ്. ഹൂളിഗാനിസം വാണ്ട് their action to be seen in public interest, that is against the high cost.
Silence of nearby public means that public also approve the complaint of high toll free since politicians means public opinion. സോ ഇത്രയും കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഏത് 3 കാരണങ്ങൾ പറഞ്ഞു. എനിക്ക് ഈ 3 കാര്യം വളരെ സ്ട്രക്ചർഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇതൊന്നും പുതിയതല്ല. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ എഴുതുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചറിന്റെ പ്രശ്നമാണ്. ഒരേ കണ്ടന്റ് 2 രീതിയിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേസ് സ്റ്റഡി വളരെ സ്ട്രക്ചർഡ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ് വളരെ ഫസ്റ്റ് തിങ്. ഓക്കെ, ഈ ഹൂലിഗാനിസം പോലെയുള്ള ആക്ടിവിറ്റി എന്തുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഡിസ്പ്ലേ ചെയ്യുന്നു, എന്താണ് അതിന്റെ ബാക്കപ്പ് സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ 3 കാരണങ്ങൾ പറഞ്ഞു. ആ 3 കാരണങ്ങൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ ഫോം ചെയ്തു. അതിന് ഓൺലൈൻ എക്സ്പ്ലനേഷൻ കൊടുത്തു. ഫൈൻ. സിൻസ് നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു? സോ ഹൂലിഗാനിസം ഇൻ അവർ കൺട്രി കം ഫ്രം വെസ്റ്റേൺ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്. ഫ്രം കേസ് സ്റ്റഡി നമ്മൾ എടുത്താണ്. അൺറീസണബിൾ ആൻഡ് നോൺ ട്രാൻസ്പെറൻറ്റ് ഫംഗ്ഷനിങ് ഓഫ് പബ്ലിക് പ്രോജക്ട് ഇൻ ദ കൺട്രി. അഗെയിൻ ഇറ്റ്സ് ഫ്രം കേസ് സ്റ്റഡി. Lack of unified public response against such hooliganism. ഇത് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ സെക്ഷൻ കൺക്ലൂഡ് ചെയ്യാണ്. കൺക്ലൂഷൻ മീൻസ് നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ എൻഡ് ചെയ്യാണ്. രണ്ടാമത്തെ സെക്ഷൻ ക്വസ്റ്റ്യന് എക്സാമിനർ ഒരു കാര്യം ചോദിച്ചു, നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു, അതിനൊരു 1 ലൈൻ എക്സ്പ്ലനേഷൻ കൊടുത്തു. ഫൈനലി നമ്മൾ എന്ത് ചെയ്തു? സോ ഹൂലിഗാനിസം ഇൻ അവർ കൺട്രി കം ഫ്രം എന്ന് പറഞ്ഞിട്ട് 3 പോയിന്റ് വളരെ ക്രിസ്പാക്കി എഴുതി. ഫൈൻ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? എന്തൊക്കെ ആക്ഷൻ ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്? എടുത്ത ആക്ഷനുള്ള ജസ്റ്റിഫിക്കേഷൻ. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 3 ആക്ഷൻ എടുക്കും. ഓക്കെ, നിങ്ങൾക്ക് 2 രീതിയിൽ എഴുതാം. ഒന്നെങ്കിൽ 3ഉം കോമ്പീറ്റ് ആയി വളരെ ബ്രില്യൻ്റ് ആയിട്ട് തോന്നുന്ന 3 ആൻസറുകൾ എഴുതാം. അതിൽ നിന്ന് ഏതാണോ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരെ കണ്ടുകൊണ്ടിരുന്ന 2 വളരെ എക്സ്ട്രീം സിറ്റുവേഷൻ, 1 വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ. ഓക്കെ, ഈ 2 രീതിയും നമ്മൾ പറഞ്ഞ 2 രീതികൾ നമ്മൾ കമ്മിങ് കേസ് സ്റ്റഡീസിലെല്ലാം അപ്ലൈ ചെയ്യുന്ന കാണിക്കുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ 2 എക്സ്ട്രീം സിറ്റുവേഷനും ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, എക്സ്ട്രീം സിറ്റുവേഷൻ മീൻസ് ഇത് ഒരിക്കലും സംഭവിക്കില്ല എന്നല്ല, ഇതും പ്രാക്ടിക്കലാണ്. ഓക്കെ, അറ്റ് സം എക്സ്റ്റെൻറ്റ് ഇത് നമ്മൾ പബ്ലിക്കിൽ കാണുന്നുണ്ട്. ഫസ്റ്റത്തെ ഓപ്ഷൻ, ഓപ്ഷൻ 1, ഡു നത്തിങ്. ഒരു മാസീവായിട്ട് ഇഷ്യൂ നടക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇടപെടുന്നില്ല. എന്തായിരിക്കും? ഇന്നസെന്റ് ടോൾ ഓപ്പറേറ്റർ വുഡ് ബി ഹേർട്ട്. സ്വാഭാവികമായിട്ട് സംഭവിക്കാം. ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി. സൈലന്റ് അപ്രൂവൽ ഓഫ് പബ്ലിക് ടു ആക്ട് ഓഫ് ഹൂലിഗാനിസം. ഈ ഒരു കാര്യം ചെയ്യുന്നു, അതിൻ്റെ എന്താണ് കോൺസിക്വൻസ് നമ്മൾ പറഞ്ഞു. ഇത്രയും എഴുതിയാൽ മതി. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദി വയലൻസ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റിനെതിരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ റൈസ് യുവർ വോയിസ് ഓർ ഈവൻ ടോക്ക് ടു ദം. ദേ മോസ്റ്റ് ലൈക്ലി ദേ ഡോണ്ട് ലിസൺ ടു മീ. സ്വാഭാവികമായിട്ടും ഇത് ലിസൺ ചെയ്യാൻ ചാൻസ് ഇല്ല. ഓക്കെ, അതിന്റെ കോൺസിക്വൻസ് ആണത്. മൈ പേഴ്സണൽ സേഫ്റ്റി കുഡ് ബി ത്രെട്ടൻഡ്. ഇതും പോസിബിൾ ആണ്. 2 എക്സ്ട്രീം സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞത്. ഓപ്ഷൻ 3, പ്രിഫേർഡ് 1. ഇതായിരിക്കും നമ്മുടെ ഓപ്ഷനും. ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഡീറ്റെയിൽ ഇൻ ദ സെൻസ് സ്ട്രക്ചേർഡ് ആയിരിക്കണം. ഓക്കെ, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഇതിനകത്ത് സൊല്യൂഷൻ കൊടുക്കുമ്പം നമ്മൾ ആരെയൊക്കെ കവർ ചെയ്യണം എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആരെയൊക്കെ കവർ ചെയ്യും? ഫസ്റ്റ് തിങ്, നമ്മൾ എഗൈൻസ്റ്റ് ദി ഹൂലിഗാനിസം, റൈറ്റ്? ആ ഹൂലിഗാനിസത്തിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? വോയിസ് റൈസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മളത് പ്രതികരിച്ചിരിക്കണം വളരെ പ്രാക്ടിക്കലായിട്ട്. 2, പ്രസൻസ് ഓഫ് പൊളിറ്റീഷ്യൻ. ഓക്കെ, സിൻസ് ഇതെല്ലാം റൈറ്റ് വേ എന്ന് നമുക്ക് നമുക്ക് പേഴ്സണലി ബിലീവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇതിന്റെ റൈറ്റ് വേ നമ്മൾ ബിലീവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പൊളിറ്റീഷ്യന്റെ പ്രസൻസ് അവിടെ നെഗറ്റീവാണ്. സോ അത് നമ്മൾ അഡ്രസ് ചെയ്യണം. 3ാമത്തെ, സിൻസ് നമ്മളും വിശ്വസിക്കുന്നുണ്ട് ടോൾ ഫീ ഹൈ ആണ്, സോ ഇതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യണം. ഇതെങ്ങനെയെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് പറയുന്നതിന് മുമ്പേ ഒരു ഇൻസിഡന്റ് പറയാം. നോർത്തിലാണ് നടന്നത്. അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കേസ് സ്റ്റഡിക്ക് നമ്മൾ എന്ത് ആൻസർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് ഇത് നിങ്ങൾ മൈൻഡിൽ വെച്ചാൽ മതി.
നോർത്തിൽ ഐ തിങ്ക് ഒഡീസ. ഓക്കെ, ഒരു പെർട്ടിക്കുലർ സ്റ്റേഷനിൽ നിന്ന് 2 ഹവേഴ്സ് ജേർണിയുള്ള മറ്റൊരു സ്റ്റേഷനിലേക്ക് പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് ഒരു ട്രെയിൻ പോവാണ്. ഓക്കെ, ഒരു ലേഡീസ് കമ്പാർട്ട്മെന്റ് അഡ്ജസ്റ്റ് ടു ദാറ്റ് നെക്സ്റ്റ് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ജനറൽ കമ്പാർട്ട്മെന്റ്. സോ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ജേർണലിസ്റ്റ്, ഓക്കെ, ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് കാണാം. ഗ്രില്ലാണ്, മീൻസ് ഗ്രില്ലിട്ട ഇതാണ്. അപ്പൊ ആ ഗ്രില്ലിൽ കൂടെ നോക്കി കഴിഞ്ഞപ്പം ഒരുപാട് പെൺകുട്ടികൾ വളരെ ടെൻസ്ഡ് ആയിട്ടും വളരെ അൺകംഫർട്ടബിൾ ആയിട്ടും നിൽക്കുന്നു. എന്നാൽ ആരോടൊന്നും പറയുന്നില്ല, വളരെ സസ്പീഷ്യസ് ആയിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു ജേർണലിസ്റ്റ് ഇത് നോട്ടീസ് ചെയ്യുന്നു. സോ ജേർണലിസ്റ്റ് എന്ത് ചെയ്തെന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റോപ്പിന് മുമ്പ്, ഓക്കെ, അതായത് ഈ പെൺകുട്ടികളുടെ ഫേസോ കാര്യങ്ങളോ ഒന്നും റിവീൽ ചെയ്യില്ല. പകരം ട്രെയിൻ നമ്പറും ട്രെയിൻ ബോഗിയും എത്ര പെൺകുട്ടികൾ ഉണ്ടെന്നും എന്നൊരു പോസ്റ്റ് ഇട്ടിട്ട് റെസ്പെക്റ്റീവ് മിനിസ്ട്രിക്ക് ടാഗ് ചെയ്തു. ഇന്ന പോയിന്റിൽ നിന്ന് ഇന്ന പോയിന്റിലേക്ക് പോവാണ്, ഇന്ന പോയിന്റിലാണ് ഞാൻ ഈ ടൈമിൽ ഇപ്പം എത്തിയിരിക്കുന്നത്, ട്രെയിൻ നമ്പർ ഇതാണ്. സോ സംതിങ് ഫിഷി. ഈ ഒരു കണ്ടന്റിൽ എന്ത് ചെയ്തു, സോഷ്യൽ മീഡിയ വഴി റെസ്പെക്റ്റീവ് മിനിസ്ട്രിക്കും ടാഗ് ചെയ്തിട്ട് എയർ ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പ് എത്തിയപ്പം എന്ത് ചെയ്തു, റെയിൽവേ പോലീസ് വന്നു, റെസ്പെക്റ്റീവ് സ്റ്റേഷൻ ആൾക്കാർ വന്നു. ഓക്കെ, ആ 15ഓളം പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി. അതൊരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരുന്നു. ഓക്കെ, ഒരു പോയിന്റിൽ മറ്റൊരു പോയിന്റിലേക്ക് വളരെ പ്ലാൻഡ് ആയിട്ട് പെൺകുട്ടികളെ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് ഈവൻ ദോ ആ ജേർണലിസ്റ്റിനൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും, പറ്റില്ല എന്ന് വിശ്വസിച്ച സമയത്ത് ആ ഒരു ചെറിയൊരു ആക്ഷൻ കൊണ്ട് ഇത്രയും വലിയൊരു ചേഞ്ച് വന്നു. ഓക്കെ, ഇത് റിയൽ ഇൻസിഡന്റ് ആണ്, നടന്നതാണ്. സോ ഇത് വെച്ചിട്ട് നമുക്കിത് എങ്ങനെ ട്രാക്ക് ചെയ്യുന്നു നോക്കാം. സോ ഫസ്റ്റ് എന്താണ്, ടോക്ക് ടു അതർ പീപ്പിൾ അറൌണ്ട്. എങ്ങനെ നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരായിട്ട് നമ്മൾ സംസാരിക്കുന്നു. ബട്ട് യൂണിഫൈ റെസ്പോൺസ് ഈസ് ഡിഫിക്കൽട്ട് ഇൻ സച്ച് എ ഷോർട്ട് ടൈം. സോ നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ വേർഷൻ പറഞ്ഞു. യൂണിഫൈ റെസ്പോൺസ് ഇൻ സച്ച് എ ഷോർട്ട് ടൈം ഈസ് നിയർലി ഇമ്പോസിബിൾ. ഓക്കെ, സോ I'll secretly video record the violence by hooliganism. And I would also record presence of politician accompanying by them. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു വയലന്റ് പ്രൊട്ടസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ ആ പ്രസൻസ് ഓഫ് പൊളിറ്റീഷ്യന്റെ മാറ്റർ നമ്മൾ എന്ത് ചെയ്യും, ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ എഗൻസ്റ്റ് പൊളിറ്റീഷ്യൻ നമ്മൾ ആക്ഷൻ, എഗൻസ്റ്റ് ഹൂലിഗാനിസം നമ്മൾ എന്ത് ചെയ്യും, against the hooliganism, release the video on social media, tag the respective ministry and department. First one, provide detailed summary so that it is not considered as a fake news. Let such act be exposed to the country. So as a common citizen നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റെസ്പെക്റ്റീവ് മിനിസ്ട്രിയിലേക്കോ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിലേക്കോ നിങ്ങൾക്ക് അത് ഫയൽ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. എന്തിനെതിരെ, ഈ ഹൂലിഗാനിസം അല്ലെങ്കിൽ വയലന്റ് പ്രൊട്ടസ്റ്റിനെതിരെ. ഓക്കെ, ഒരു ഇന്നസെന്റ് പേഴ്സൺ അഫക്ട് ചെയ്തേക്കാണ്, ഹാം ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ഇതിനെതിരെ. ഓൾസോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ക്രൂട്ടനൈസിങ് വേണ്ടി പൊളിറ്റീഷ്യന്റെ പ്രസൻസും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ആരും ഡിഫെയിം ചെയ്യുന്നതല്ല, ഈവൻ ദോ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഇതല്ല റൈറ്റ് വേ. ഓക്കെ, ഈ പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യലല്ല റൈറ്റ് വേ. ഇന്നസെന്റ് സിറ്റിസനെ അല്ലെങ്കിൽ ഇന്നസെന്റ് ആ ടോൾ ഓപ്പറേറ്ററെ ഹാം ചെയ്യുന്നതല്ല റൈറ്റ് വേ. സോ നമുക്ക് ഡയറക്ട്ലി ഇന്റർവ്യൂൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്തുകൊണ്ട്, നമ്മുടെ സേഫ്റ്റി ഇഷ്യൂ ആണ്. ബട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് അതോറിറ്റി നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ 2 പേരെയാണ് ഇഷ്യൂ നമുക്ക് റൈസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പൊളിറ്റീഷ്യനെതിരെ നമ്മൾ ചെയ്തു, ഹൂലിഗാനിസത്തിനെതിരെ ചെയ്തു. ഗോട്ട് ഇറ്റ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അതായിരിക്കും നമ്മുടെ ടോൾ ഹൈ. ടോൾ ഹൈക്കിങ് നിങ്ങൾ എന്ത് ചെയ്യണം, against a toll operating company while posting or reporting the incident, ensure the social audit and complete transparency for toll operation. നിങ്ങൾ റെസ്പെക്റ്റീവ് അതോറിറ്റിക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് അയച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം,
പ്രോപ്പർലി മെൻഷൻ ചെയ്യുക. ഒരു കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സോഷ്യൽ ഓഡിറ്റ് വെക്കുക സോഷ്യൽ പ്രൊജക്റ്റിന്. ഓക്കെ, റീസണബിൾ ആയിട്ടുള്ള ഫെയർ എന്ത് ചെയ്യുക, ചുമത്തുക പബ്ലിക് പ്രൊജക്റ്റിന്. ആസ് ടോൾ ഫീ ഈസ് വെരി ഹൈ, ടാഗ് റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഫോർ എൻഷുർ ആഡിക്വേറ്റ് റിഡ്രസൽ മെക്കാനിസം. ദിസ് വിൽ ബി യുവർ കൺക്ലൂഷൻ. നിങ്ങൾ എന്ത് ചെയ്തു? ചോദ്യം ചോദിച്ചേക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്രസ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ്, ബ്രിങ് ഔട്ട് ദ എത്തിക്കൽ ഇഷ്യൂ ഇൻ ദ കേസ്. ഇനിഷ്യലി തന്നെ നമ്മൾ 5 to 6 എത്തിക്കൽ ഇഷ്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാട്ട് അക്കൗണ്ട്സ് ഫോർ സച്ച് ഓവർ ഡിസ്പ്ലേ ഓഫ് ഹൂലിഗാനിസം? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഹൂലിഗാനിസം ഇങ്ങനെ സൊസൈറ്റി ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് യു വുഡ് ടേക്ക്? എന്തൊക്കെ കോഴ്സ് ഓഫ് ആക്ഷൻ നിങ്ങൾ ചെയ്യും? ഓക്കെ, നമ്മൾ 3 സിറ്റുവേഷൻ പറഞ്ഞു. ആ 3 സിറ്റുവേഷനിൽ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കം നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ സിറ്റുവേഷൻ, പ്രിഫേർഡ് സിറ്റുവേഷൻ, പ്രാക്ടിക്കൽ ആയിട്ട് സിറ്റുവേഷൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റിഫൈ വിത്ത് അപ്രോപ്രിയേറ്റ് റീസൺ. ഓക്കെ, നിങ്ങൾ ചെയ്ത ആക്ട് വിത്ത് ജസ്റ്റിഫൈ റീസൺ വഴി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൂവ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കേസ് സ്റ്റഡി പറഞ്ഞിരിക്കുന്ന ഈവൻ ടോൾ ഹൈ ആണെങ്കിലും പബ്ലിക് പ്രോപ്പർട്ടിന് എതിരെയാണെങ്കിലും എതിരെയാണെങ്കിലും പബ്ലിക് പൊളിറ്റീഷ്യനെതിരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഷ്യൂ റേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പം എഴുതിയ അല്ല ഇപ്പം കാണിച്ച ആൻസറിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കീ കൺസേൺസ് നമ്മൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുക, മാക്സിമം എഴുതി പഠിക്കുക. എത്രമാത്രം നിങ്ങൾക്ക് എഴുതുന്നോ അത്രമാത്രം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെൻസിൽ നിങ്ങൾക്ക് ഇത് പേപ്പറിൽ എഴുതി പിടിപ്പിക്കാൻ പറ്റും. സോ കേസ് സ്റ്റഡി കിട്ടുമ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് മൈൻഡിലുള്ള നിങ്ങൾ എന്താണോ ആൻസർ അത് പോസിബിൾ ആൻസർ നിങ്ങൾ എഴുതുക, ശരിയാണോ തെറ്റാണോ. ദെൻ അതിനകത്ത് നിങ്ങൾക്ക് റീവർക്ക് ചെയ്യാം. ഓക്കെ, സോ അടുത്തൊരു കേസ് സ്റ്റഡി ആയിട്ട് വരുന്ന വരെ താങ്ക് യു. Gallant IAS, chasing your passion to ace.